സർക്കാരിന്റെ വികസന വിരുദ്ധ സമീപനത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വർഗീയത പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ എന്നും CPM ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PMA സലാം. വികസനം പറയാതെ വർഗീയത പ്രചരിപ്പിച്ച തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതിയതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ആ തന്ത്രം കേരളത്തിൽ വിലപോകില്ലെന്ന് തെളിയിക്കുന്ന തിരിച്ചടിയാണ് ജനങ്ങൾ LDFന് നൽകിയത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPMഉം ഇടതുപക്ഷവും കേരള ജനതയുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായും അകലുമെന്നും PMA സലാം പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PMA സലാം. ഇവിടെ കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിന് വലിയ തിളക്കം. മലപ്പുറം ജില്ലയിൽ എത്ര വിജയം കിട്ടിയാലും പ്രത്യേകിച്ചില്ല. പക്ഷേ കണ്ണൂർ ജില്ല നിങ്ങൾക്കറിയാലോ, പോളിറ്റ് ബ്യൂറോയാണ്. പോളിറ്റ് ബ്യൂറോയിൽ 17 ആളുകൾ ഇവിടെ. ആ പോളിറ്റ് ബ്യൂറോ നിൽക്കുന്ന ജില്ലയിൽ അവരുടെ കോട്ട കൊത്തളങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കാൻ 50 സീറ്റുകൾ വർദ്ധിപ്പിച്ച് വാങ്ങുന്നുണ്ട്. അവരെ ഭരണം നടത്തുക, അവരെല്ലാ സ്വാധീനവും പ്രയോഗിക്കുമ്പോൾ അതൊരു വലിയ നേട്ടമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDF നേടുമെന്നും PMA സലാം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി, LGML സംസ്ഥാന സെക്രട്ടറി PK ഷറഫുദ്ദീൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള, ട്രഷറർ മെഹമ്മൂദ് കടവത്തൂർ, UDF ജില്ലാ ചെയർമാൻ PT മാത്യു, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് KA ലത്തീഫ്, VP വമ്പൻ, അഡ്വക്കേറ്റ് S മുഹമ്മദ്, ഡെപ്യൂട്ടി മേയർ KP താഹിർ, ഇബ്രാഹിം മുണ്ടേരി, ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, TA തങ്ങൾ, അൻസാരി തില്ലങ്കേരി, CK മുഹമ്മദ്, MP മുഹമ്മദ് അലി, മെഹമ്മൂദ് അള്ളാംകുളം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.